ഹലോ ഫ്രണ്ട്സ്, ഞാൻ കണൽ പത്മനാഭനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പോവുകയാണ്. അതായത് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൂടിക്കാഴ്ച എങ്ങനെ വളരെ വിജയപൂർവ്വം അല്ലെങ്കിൽ വിജയപ്രദമായി അഭിമുഖീകരിക്കാം എന്നതിനെ പറ്റിയാണ്. ജീവിതത്തിൽ നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻ്റർവ്യൂ ഫേസ് ചെയ്ത് കാണും. അതൊരു ജോലിക്ക് വേണ്ടിയാകട്ടെ, അതൊരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഉന്നത പദവിയിലുള്ള ഒരു ഓഫീസറെ കണ്ട് ഒരു ഔദ്യോഗികമായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഇൻ്റർവ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെയേറെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. NCCയിൽ ആസ് എ ഗ്രൂപ്പ് കമാൻഡർ, മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലും ബെസ്റ്റ് കാഡറ്റ്സ് റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് വേണ്ടി നാഷണൽ ലെവലിൽ അവർക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കണ്ട് കേരളത്തിലെ നോർത്ത് മലബാറിലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ പ്രിലിം ഇൻ്റർവ്യൂ ബോർഡിൽ, അതായത് അവരുടെ യൂണിവേഴ്സിറ്റി എൻട്രി സ്കീമിന് വേണ്ടിയിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കണ്ട് ആർമി പബ്ലിക് സ്കൂളിൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എക്സ് സർവീസ്മെൻ ഹെൽത്ത് സ്കീമിൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫിൻ്റെ സെലക്ഷന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കണ്ട് യൂണിറ്റ് റൺ ക്യാൻറ്റീനിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കൂടാതെ ടെക്നിക്കൽ സ്റ്റാഫിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഈ പരിചയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഇൻ്റർവ്യൂ എത്തുമ്പോൾ തന്നെ ഒരുതരം വിരളി പരിഭ്രാന്തി തുടങ്ങുന്നു. സ്വന്തം തന്നെ അവർ മറന്നു പോകുന്നു. അവർ വിറക്കുന്നു, കൂടെ വാഷ്റൂമിൽ പോകുന്നു. എന്തൊക്കെ ചോദിക്കാനുള്ള അത് മറന്നുപോയി വേറെ എന്തെങ്കിലും ഉത്തരം കൊടുക്കുന്നു. ആ കൈപ്പത്തി ഇങ്ങനെ അന്യോന്യം തിരുമ്മിക്കൊണ്ടേയിരിക്കുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓഫീസറുടെ മുഖം നോക്കാൻ മറക്കുന്നു. ഒരു നാടകീയ ദൃശ്യമാണ് കാണിച്ചിരിക്കുന്നത് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഈ വീഡിയോ മുഖാന്തരം നിങ്ങൾക്ക് ആത്മധൈര്യം ഉണ്ടാക്കുക, ആത്മവിശ്വാസത്തോടെ വരാൻ പോകുന്ന ഏതെങ്കിലും കൂടിക്കാഴ്ചയിൽ എങ്ങനെ വളരെ വിജയപൂർവ്വം നിങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാം, അതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾ ഏതു സ്കൂളിൽ പഠിച്ചു, നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ സ്വയം സെയിൽസ്മാൻഷിപ്പ് കാണിച്ച് നിങ്ങൾ സെലക്ട് ആവാൻ പോവുകയാണ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ ഇൻ്റർവ്യൂ ഞാൻ 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് മുമ്പേ എങ്ങനെ തയ്യാറെടുക്കണം, രണ്ടാമത് ഡ്യൂറിങ് ഇൻ്റർവ്യൂ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, മൂന്നാമതായി ഇൻ്റർവ്യൂവിന് ശേഷം എന്താണ് ഫോർമാലിറ്റീസ്. അത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഈ കൊറോണയുടെ കഴിഞ്ഞ 3-4 മാസമായി ഞാൻ ഏകദേശം സായുധ സേനയിൽ ചേരാനുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂത്തിന് വേണ്ടിയിട്ട് ഏകദേശം 22ഓളം വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കമൻസ് ആണ്, വളരെ നല്ല വ്യൂസ് ആണ്. പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നും കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ആദ്യമായിട്ട് ഞാൻ പാർട്ട് 1, അതായത് ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കമ്പനിയെ പറ്റി വളരെ എലാബറേറ്റ് ആയിട്ട് റിസർച്ച് ചെയ്യണം. ഗൂഗിളിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ചേംബർ ഓഫ് കോമേഴ്സിൽ ത്രൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പല സ്റ്റാഫിന് ത്രൂ ആയിക്കോട്ടെ, ആ ജോയിൻ ചെയ്യാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന ആ കമ്പനിയെ പറ്റി വളരെ ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്ക് വേണം. ആ കമ്പനിയുടെ മിഷൻ എന്താണ്, അതിൻ്റെ ഗോൾ എന്താണ്, അതിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അവിടെ എന്തെല്ലാമാണ് പ്രൊഡക്റ്റ് ഉള്ളത്, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ്, അവരുടെ വർക്ക് കൾച്ചർ എന്താണ്, അവരുടെ വേരിയസ് മാനേജ്മെൻറ്റ് ടീം ആരൊക്കെയാണ്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ ഐഡിയ. ആൻഡ് ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് നിങ്ങളത് അറിയുന്ന നിങ്ങളുടെ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കണം.
എങ്ങനെ എവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് പറയണം. അപ്പോൾ നിങ്ങളുടെ സെയിൽസ്മാൻഷിപ്പ് അവർക്കറിയാൻ വേണ്ടി ഈ കാൻഡിഡേറ്റ് വളരെ ഈ ഡെലിബറേറ്റ് ആയിട്ട് മെറ്റിക്കുലസ് ആയിട്ട് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. രണ്ടാമത് നിങ്ങളുടെ CV, നിങ്ങളുടെ റെസ്യൂമെ വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ബിക്കോസ് നിങ്ങളുടെ കംപ്ലീറ്റ് ചോദ്യം മിക്കവാറും ഈ ഇന്റർവ്യൂവിൽ CV ബേസ്ഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ. അത് ട്രൂത്ത്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ ബി ട്രൂത്ത്ഫുൾ. പിന്നെ എല്ലാ ഇന്റർവ്യൂവിലും കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ്ലി, വാട്ട് ആർ യുവർ മേജർ സ്ട്രെങ്ത്? നിങ്ങൾക്കറിയാം നിങ്ങളുടെ മേജർ സ്ട്രെങ്ത് ആണ്. ഒരു ജോബിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് ആവും ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ ജോബ് ഓർ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ കമ്പനി. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ടീം ബിൽഡിംഗ് പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ടാലൻ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് പറയണം. ആൻഡ് ദേ വിൽ ബി ടു ഹാപ്പി. ബിക്കോസ് നിങ്ങൾ ഈ പൊട്ടൻഷ്യൽ ഉണ്ടായാലും നിങ്ങൾ ഈ പൊട്ടൻഷ്യൽ കാരണം നിങ്ങൾ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, വർക്ക് കൾച്ചർ നിങ്ങൾക്ക് അറിയാം, ഗ്രോത്ത് പ്രോസ്പെക്ടസ് അറിയാം, ചാലഞ്ചസ് അറിയാം. നിങ്ങൾക്കറിയാം ദിസ് ഈസ് എ വെരി വെൽ എസ്റ്റാബ്ലിഷ് കമ്പനി. എനിക്ക് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ എക്സ്പീരിയൻസ് വാട്ടവർ പൊട്ടൻഷ്യൽ ഇതിനു മുമ്പ് ഞാൻ പ്രീവിയസ് കമ്പനി ചെയ്ത് അതെല്ലാം ഇവിടെ നന്നായി ജോലി ചെയ്യാൻ പഠിപ്പിക്കും. അത് ഐ വിൽ ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ബെറ്റർ ടു ദിസ് കമ്പനി. സോ യു കുഡ് ജസ്റ്റിഫൈ. നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യണം യു ആർ ദ ആപ്റ്റ് പേഴ്സൺ ഫോർ ദിസ് ജോബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ യുവർ വീക്ക്നെസ്സസ്? ഈ ജീവിതത്തിൽ ഒരു മനുഷ്യനും പെർഫെക്റ്റ് ഇല്ല. എവറിബഡി ഹാസ് ഗോട്ട് വീക്ക്നെസ്സസ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ് പറയാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഏത് കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീക്ക്നെസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് മെഷറാണ് എടുക്കുന്നത്? യു സേ ഐ ആം കോൺസ്റ്റന്റ്ലി ട്രൈങ് ടു ഓവർകം ദീസ് വീക്ക്നെസ്. ലൈക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാലും ഞാൻ ടൈം നോക്കാതെ കണ്ട് ഐ ആം ആഫ്റ്റർ ദിസ് ഐ എൻഷുർ ദാറ്റ് വർക്ക് ഈസ് ഡൺ. ഇറസ്പെക്റ്റീവ് നോട്ട് ലുക്കിംഗ് ഇൻ ടു ദി ടൈം ഫാക്ടർ. So in the bargain, what happened, നമ്മുടെ കൂടെയുള്ള മറ്റുള്ള ടീമിന് വർക്ക് ചെയ്യാൻ പറ്റും. So that is again a negative point. But you must say, I am improving upon it. I am trying to, ഞാൻ എൻഷുർ ചെയ്യുന്നുണ്ട് ബിഫോർ ടൈം ജോലി ചെയ്യാൻ കംപ്ലീറ്റ് അല്ല. പിന്നെ അവർ ചോദിക്കാൻ സാധ്യത, ആർ യു ദ മോസ്റ്റ് എലിജിബിൾ കാൻഡിഡേറ്റ്? ഈ ജോലിക്ക് വേണ്ടി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് നിങ്ങളാണോ? യെസ്, യു മസ്റ്റ്. നിങ്ങളാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് കാൻഡിഡേറ്റ്. ബിക്കോസ് യു ഹാവ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾ അതിനെപ്പറ്റി കംപ്ലീറ്റ് നിങ്ങൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കറിയാം. അതിലെന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഗുണങ്ങൾ വേണ്ടുന്നത് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരോട് കൺവിൻസ് ചെയ്യണം ഫോർ ദിസ് ജോബ്. അപ്പോൾ നിങ്ങൾ ഈ സെലക്ട് ആവുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഈ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യു ആർ എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. ആൻഡ് പ്രാക്ടീസ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ഫ്രണ്ടോട് പറഞ്ഞിട്ട് ചോദിക്കാൻ പറയണം. യു ആൻസർ ഇൻ ഡിഫറെൻറ്റ് ഫോം. You should not be mugging up different words so that you are not stumped. പിന്നെ ആ ചില സമയത്ത് വേർഡ്സിന് വേണ്ടി പമ്പിൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വേരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഉത്തരം വരണം. വേറെ ടൈമിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്വന്തം മിററിലിട്ട് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. സോ യു ആർ വെരി കോൺഫിഡൻറ്റ് ആൻഡ് യു ഷുഡ് ബി വെരി വെരി കംഫർട്ടബിൾ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് ഉത്തരം അറിയാം. നിങ്ങളുടെ ഇതിനു മുമ്പെയുള്ള ജോബിനെ ഒരിക്കലും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. യു മസ്റ്റ് പറയണം അത് വളരെ പ്രൊഫഷണൽ റിവാർഡിംഗ് ആയിരുന്നു. ഐ ഗെയിൻഡ് എ ലോട്ട് ഗുഡ് എക്സ്പീരിയൻസ്. ഇത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഒരു ചേഞ്ച് ഓഫ് ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ഒരു ബെറ്റർ ഗ്രോത്ത് പ്രോസ്പെക്ടസിന് വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. യു മസ്റ്റ് ഒരിക്കലും പഴയ മുമ്പേ ഉള്ള ജോലി ഓർഗനൈസേഷനെ പറ്റി ഒരിക്കലും ചീത്തയായിട്ടൊന്നും പറയാം. ഇതാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. നാം കമ്മിങ് ടു ദ പാർട്ട് 2. ഇന്റർവ്യൂവിൻ്റെ ദിവസം നിങ്ങൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം? ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് യുവർ ഇറ്റ് ഷുഡ് ബി ഗുഡ് ടൈം കീപ്പിംഗ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അറിയാം, നിങ്ങൾക്ക് എവിടെയാണ് ഇന്റർവ്യൂ അറിയാം, വാട്ട് ഈസ് ദ ട്രാൻസിറ്റ് ടൈം, വാട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ, വാട്ട് വിൽ ബി ദ കൺജഷൻ എന്തായിരിക്കണം വഴിയിൽ, റോഡ് ബ്ലോക്ക്, ഇതൊക്കെ എൻഷുർ ചെയ്ത് നിങ്ങൾ ചുരുങ്ങിയത് ഇന്റർവ്യൂവിന് ഷെഡ്യൂൾ ടൈമിൻ്റെ ഒരു 15-20 മിനിറ്റ് നേരത്തെ അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് യു മസ്റ്റ് decompress yourself, you must relax yourself, you must freshen up yourself so that you are ready for the interview. രണ്ടാമത് നിങ്ങളുടെ ഡ്രസ്സാണ്. നിങ്ങളുടെ ഡ്രസ്സ് വളരെ നീറ്റ് ആൻഡ് ടൈഡി. പ്രൊഫഷണലി യു മസ്റ്റ് ബി ഡ്രസ്ഡ് നീറ്റ് ആൻഡ് ടൈഡി.
അതുകൂടാതെ വളരെ ബ്രൈറ്റ് കളറിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പെൺകുട്ടികൾ പ്രത്യേകിച്ച് കൂടുതൽ ഓർണമെന്റ്സ് ഇല്ലാത്ത ഉപയോഗിക്കാനാണ്. ആൻഡ് ബി വെരി ഹംബിൾഡ് ആൻഡ് വെരി സിമ്പിൾ ആൻഡ് you should be looking very very organized and groom yourself well. If ആവശ്യം നിങ്ങൾ കേട്ടിട്ട് comb your hair well, trim your mustache well, your personal hygiene. You should not be stinking of you use a smooth deodorant and also that you don't stink due to perspiration when you enter the and you must look absolutely fresh. So your grooming and your personal hygiene should be of very very standard. No, next is when you enter, knock the door, excuse me, please may I come in. When you walk in, walk toward, go and give a natural smile, wish them good afternoon, good morning, good evening, depending upon the time. Give a firm shake hand and they will tell, please take your seat. Mr. X, please take your seat. You sit upright and look into the eyes. When they ask questions, whichever interviewer is asking you, look into your eyes and be very very focused, listen very very carefully. You should not be in a please repeat the question, beg your pardon. No. You see, non-verbal communication almost 53%. It's very important you listen carefully. Listening skills are very very important. Then is the self-introduction. Now every interview you must introduce yourself. It's just a 1 or 2 minutes. It should be very crisp, very precise, very systematic. That is, I am Mr. Rex, a native of so and so. My family background, father, mother, my brother, sister, this is the, my educational qualifications, so and so, so and so. My work experience, so and so, so and so. My major achievements in life, so and so, so and so. And what are my hobbies? Your strength and weakness as they are going to ask you. So you should be very, very clear about it. Don't fumble. Be very confident. Identify your achievements. You must നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യണം ഈ ജോലിക്ക് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ, ഏറ്റവും നല്ല സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് നിങ്ങളാണെന്ന് ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ കണക്ക് ഡയലോഗിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യു മസ്റ്റ് ഡോണ്ട് ബി ഓൾവേസ് ലിസണിങ് ഓൺലി. ഇറ്റ്സ് എ ഡയലോഗ്. ചോദ്യം ചോദിക്കാം. വർക്ക് കൾച്ചറോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗോൾ, വാട്ട് ആർ ദ ചാലഞ്ചസ്, വാട്ട് ആർ യുവർ മോഡൽ ഇൻട്രൊഡ്യൂസ് in due course of time. അതിനെ പറ്റിയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. So that they know that here this guy is very very inquisitive and be open and honest. ഇവിടെ സത്യസന്ധമായിട്ട് പെരുമാറണം, ഒന്നും കളവ് പറയാൻ പാടില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ നിങ്ങളെ പറ്റി അവരെ കൂടെ ഓവർലി നിങ്ങൾ ഡോണ്ട് ബി പാലി വിത്ത് ദം. അവരോട് അവർ ചിലപ്പോൾ ചിരിച്ചിട്ട് അല്ലെങ്കിൽ നല്ല സൗമ്യമായിട്ട് വർത്താനം പറയുമ്പോൾ യു ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഫ്രെയിം. You are a candidate for the job, so you be very officious and don't be pally with അവരോട് സ്നേഹം. നിങ്ങളുടെ ഫാമിലിനെ പറ്റി നിങ്ങളുടെ ഭാര്യനോ അല്ലെങ്കിൽ കുട്ടീനെ പറ്റിയൊന്നും അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ബി വെരി സ്പെസിഫിക്. പിന്നെ അതുകൂടാതെ കണ്ട് ദെൻ വെൻ യു ഫിനിഷ് യുവർ തിങ് ദേ ആർ ഗോയിങ് ടു ടെൽ യു എപ്പോഴാണ് നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഔട്ട്കം റിസൾട്ട് അത് അവരോട് പറയും. അതിന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ യു മസ്റ്റ് സേ താങ്ക് യു സോ മച്ച് ആൻഡ് good afternoon and give a firm shake hand. ഈ ഇന്റർവ്യൂ ഇതിന് പുറത്ത് വന്നു. ഇതിൽ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ പറയാനുള്ളൂ. ഒന്നാണെന്ന് വെച്ചാൽ വേർഡ്സ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ടൊന്നും പറയാൻ പാടില്ല. ചൂസ് യുവർ വേർഡ്സ് വെരി വെരി കറക്റ്റ്ലി. വളരെ ആവശ്യമുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻഡ് നിങ്ങളൊരു ഇംപ്രഷൻ കൊടുക്കണം ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ. നിങ്ങളൊരു വളരെ റെസ്പെക്റ്റ് ഉള്ളൊരു മനുഷ്യനാണ്, നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ പിന്നെ ഈ ജോബിന് വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ് എന്ന് പറയണം. ആൻഡ് ഒരിക്കലും നിങ്ങൾ ഈ ജോലിക്ക് എത്ര ശമ്പളം കിട്ടുമെന്ന് ഒന്നും ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ആൻഡ് ഇതും പറയാൻ പാടില്ല ഞാൻ മറ്റേതെല്ലോ കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും പറയാൻ പാടില്ല. ആൻഡ് ഓൾസോ ഡോണ്ട് ടെൽ, ഒരിക്കലും ഇപ്പം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് ജോലി ചെയ്ത കമ്പനിയെ പറ്റി ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും പറയാൻ പാടില്ല. You should say that it was very good, I had a wonderful experience, it was professionally very rewarding, but due to some problems, some change I required and some better growth prospects, ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. So this is about the part 3. ഇൻ്റർവ്യൂവിന് ശേഷം എന്താണ് ചെയ്യണം? അടുത്ത ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു ഇമെയിൽ, താങ്ക് യു ഇമെയിൽ ആണ്. താങ്ക് യു വെരി മച്ച്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഇൻട്രാക്ഷൻ. വളരെ നന്നായി ഇൻട്രാക്ട് ചെയ്തു. ഐ ഗെയിൻ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ വേണ്ട ഒരു ഇമെയിൽ. ഇതാണ്
എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ കണ്ടക്ട് ചെയ്യണം, എങ്ങനെ അതിനുശേഷം ഫോർമാലിറ്റിക്കായിട്ട് ഒരു ഇമെയിൽ അയക്കും. So please follow my instructions very carefully, and I wish you all the best for your next interview. Wishing you all the best. Please subscribe and share. God bless. Jai Hind.